രജീഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രജീഷ്, മുഖ്യമന്ത്രിയുടെ ഇനിയുള്ള സന്ദർശനം എവിടെയൊക്കെയാണ്? ആറന്മുള അടക്കമുള്ള ഇടങ്ങളിൽ സന്ദർശിക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ആറന്മുളയിലെ പരമൂട്ടുംപടി ഭാഗത്തേക്കാണ് എത്തുക. അതിനുശേഷം രണ്ടാം വാർഡായ ഈ പ്രളയം ഏറെ നേരിട്ട രണ്ടാം വാർഡിലേക്കും 14ാം വാർഡിലേക്കും സന്ദർശനം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അവിടെ മത്സ്യബന്ധന ബോട്ടടക്കം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ദുരിതാശ്വാസ സാധനങ്ങൾ വിതരണം ചെയ്യും. ഒരുപക്ഷേ മുഖ്യമന്ത്രി അങ്ങോട്ട് പോകും. അതിനുമായുള്ള സജ്ജീകരണങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആറന്മുള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്നത് എന്ന് പറയുന്നത്. കാരണം റാന്നി ഭാഗത്തെ പ്രതിസന്ധി കഴിഞ്ഞപ്പോൾ ആ വെള്ളം മുഴുവൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ആറന്മുള ഭാഗത്തേക്കാണ്. അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയോടുകൂടിയാണ് പത്തനംതിട്ട എത്തിയത്. അതിനുശേഷം ഇവിടെ കോഴഞ്ചേരി ഗസ്റ്റ് ഹൗസിൽ യോഗം ചേർന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രളയം ഏറെ ബാധിച്ച നിലവിലെ പേരപ്പൂർ വാർഡിലേക്ക് സന്ദർശനം നടത്താനായി എത്തുന്നത്. അല്പസമയത്തിന് തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ ക്യാമ്പുകളും ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ തയ്യാറാണ്. ഒപ്പം തന്നെ ഈ കുറഞ്ഞ സമയത്ത് വലിയ രീതിയിൽ മഴ പെയ്യുന്നതാണ് ഈ വലിയ രീതിയിൽ പ്രതിസന്ധി കാരണം. ഒപ്പം തന്നെ വനമേഖലയിൽ വലിയ രീതിയിൽ ഈ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ ലൈൻ സ്ലൈഡിങ്ങും ഒക്കെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിൽ വെള്ളം ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളെ നേരത്തെ മനസ്സിലാക്കാനുള്ള സംവിധാനമൊക്കെ തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തും. സംവിധാനം അടക്കം ഇത്തരത്തിൽ കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ഉപയോഗിക്കും. അതിൻ്റെ ഒരു പൈലറ്റ് സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. നിരവധി അതിഥി തൊഴിലാളികളടക്കം പല ക്യാമ്പുകളുമുണ്ട്. 150 പേരെയൊക്കെ കൂടുതൽ ആളുകളുള്ള ക്യാമ്പുകളിലുള്ള ആളുകളെ മാറ്റും. 2 ക്യാമ്പുകളാക്കും. അത്തരം ക്യാമ്പുകളെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വളരെ വിമർശനങ്ങളൊക്കെ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഈ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്ന് പത്തനംതിട്ട മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. നൗഫൽ. അടുത്തത് ആറന്മുളയിലാണ് മുഖ്യമന്ത്രി സന്ദർശിക്കാനിരിക്കുന്നത്. അദ്ദേഹം ചില കാര്യങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് 10,000 രൂപ നൽകും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബയോ ടോയ്ലറ്റ് സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ തിരുവല്ല ഭാഗത്താണുള്ളത്. ക്യാമ്പുകളിൽ 150-ൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവരെ ചിലരെ മറ്റു ക്യാമ്പുകളിലേക്ക് മാറ്റും എന്നും അറിയിച്ചിട്ടുണ്ട്.